ADGP RSS കൂടിക്കാഴ്ചയിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഭരണമുന്നണിയിൽ അതായത് LDF-ലും വലിയ അതൃപ്തിയുണ്ട്. ADGP വരുത്തിയ രാഷ്ട്രീയ തെറ്റ് മുഖ്യമന്ത്രി അവഗണിക്കുന്നത് ബോധപൂർവമാണെന്നാണ് CPI-യിലെ പൊതുവികാരം. കൂടിക്കാഴ്ച രാഷ്ട്രീയ നയവ്യതിയാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയതെന്നും രാഷ്ട്രീയ നടപടിയാണ് വേണ്ടതെന്നും CPM ആവശ്യപ്പെടുന്നു. CPI ദേശീയ എക്സിക്യൂട്ടീവിൽ വിഷയം ചർച്ചയാവുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ നിലപാട് ന്യൂനപക്ഷങ്ങളെ അകറ്റുമെന്നും ഘടകകക്ഷികൾക്ക് ആശങ്കയുണ്ട്. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഇത്തരത്തിൽ RSS നേതാക്കളെ ADGP കണ്ടത് മറ്റേത് വിഷയത്തെക്കാൾ അത് വലിയ ധാർമ്മിക പ്രശ്നമായി അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നമായി ഇത് ബോധപൂർവമായി അവഗണിക്കുന്നത് മുന്നണിയെ തന്നെ വലിയ ഭിന്നതയിലേക്ക് വഴിവെച്ചിരിക്കുകയാണല്ലേ? വിനിത, RSS നേതാക്കളുമായി ADGP ഊഴം വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമാക്കപ്പെടുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ നടപടി ഔദ്യോഗികമാണോ വ്യക്തിപരമാണോ എന്ന് വ്യക്തമാക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നടത്തിയ ഈ കൂടിക്കാഴ്ച തെറ്റാണെന്ന് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറയാൻ തയ്യാറായില്ല എന്നതാണ് ഇടതുമുന്നണിയിൽ അതൃപ്തിക്കും അമർഷത്തിനും വഴിവെച്ചിരിക്കുന്നത്. ഇത് ഈ ഇടതുമുന്നണിയിലെ CPI-യിലോ അല്ലെങ്കിൽ RJD-യിലോ മാത്രമല്ല ഈ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. CPIM നേതൃനിരയിലും ഈ സമാനമായ അഭിപ്രായമുള്ളവർ ഉണ്ട്. അതായത് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു, എന്നാൽ ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച തെറ്റാണ് എന്ന കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രി പറയണമായിരുന്ന അഭിപ്രായം CPM നേതൃനിരയിലുമുണ്ട്. കാരണം അല്ലാത്ത പക്ഷം അത് മതന്യൂനപക്ഷങ്ങളെ അടക്കം അവർക്കിടയിലടക്കം പാർട്ടിക്കെതിരെ, മുന്നണിക്കെതിരെ, സർക്കാരിനെതിരെ അവിശ്വാസം പടരാൻ ഇടയാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതനിരപേക്ഷ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മുന്നണിയും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കർശനമായ ഒരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടിയിരുന്നു എന്ന വികാരമാണ് മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒക്കെ നിറയുന്നത്. അതാണ് അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്നത്. CPI-യുടെ ദേശീയ എക്സിക്യൂട്ടീവ് 25-26 തീയതികളിൽ നാഗ്പൂരിൽ ചേരുകയാണ്. ദേശീയ എക്സിക്യൂട്ടീവ് വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ള നേതാക്കൾ ഈ RSS ADGP കൂടിക്കാഴ്ചയെപ്പറ്റി വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ അവിടെ പരാമർശിക്കുമെന്നാണ് അറിയുന്നത്. സംസ്ഥാന നേതൃത്വവും ഈ വിഷയം ഗൗരവമായി തന്നെ എടുക്കും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അമേരിക്കൻ പര്യടനത്തിലാണ്. അദ്ദേഹം അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് 24 മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. പിന്നീട് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനായി നാഗ്പൂരിലേക്ക് പോവുകയാണ്. അതിനുശേഷം സംസ്ഥാന സെൻറ്ററും ഇനി എന്ത് കാര്യം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്നതിനെപ്പറ്റി ആലോചിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, ശ്രീജിത്ത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അത്തരത്തിൽ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയായത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് PV അൻവറിന്റെ ആരോപണങ്ങൾ. അതിന് പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിനുശേഷം വീണ്ടും അൻവർ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകിയതൊക്കെയാണ്. ഏതായാലും രാഷ്ട്രീയ വിവാദം കത്തുകയാണ്. തൃശൂർ പൂരത്തിലെ അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഗൂഢാലോചനയില്ല എന്ന് ADGP MR രാജകുമാർ റിപ്പോർട്ട് നൽകുന്നു. കമ്മീഷണറെ പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകേണ്ടതുണ്ട്.